മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണിത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഉൾപ്പെടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. RRB ALP 2026 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വളരെ വലിയ മാറ്റങ്ങളാണ് എക്സാം പാറ്റേണിലും വെയിറ്റേജിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും ITക്കാർക്കൊക്കെ ഒരേപോലെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അതിലുള്ള ടോപ്പിക്കുകൾ ബൈഹാർട്ട് ചെയ്ത് വെക്കാനുണ്ട്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അത് എവിടെ മുതൽ എവിടം വരെ പഠിക്കണം എന്ന് തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ഇനി വരാനിരിക്കുന്ന RRB ALP എക്സാമിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ വരാനിരിക്കുന്ന JEE എക്സാമിലും ഈ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും ITക്കാർക്കൊക്കെ ഒരുപോലെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക, നിങ്ങളെ ഡിഫിക്കൽട്ട് ആക്കുന്ന, അതായത് ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ് ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ. അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഈ എക്സാമിൽ ഏറ്റവും വലിയ മാറ്റം. അതേപോലെ തന്നെ CBAT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ വെയിറ്റേജിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് RRB ALP 2026 മാറ്റങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, CBT 1 എന്ന് പറയുന്നത് ആദ്യത്തെ ടയർ 1 എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് എക്സാമിനേഷൻ ആണ്. 1 hour ഡ്യൂറേഷൻ ആണ് ഈ എക്സാമിന് ഉണ്ടാവുക. 60 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 1 hour ഡ്യൂറേഷനിൽ 75 ക്വസ്റ്റ്യൻസ്, അതിലൊന്നും മാറ്റമില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്. 75 ക്വസ്റ്റ്യൻസ്, 75 മാർക്കാണ്. 1/3 ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് ഷിഫ്റ്റിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു ദിവസം മാത്രമായിട്ടായിരിക്കില്ല, പല ഷിഫ്റ്റുകളിലായിട്ട് ഒരുപാട് ഷിഫ്റ്റുകളിൽ എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ നോർമലൈസ്ഡ് മാർക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. മൾട്ടിപ്പിൾ ഷിഫ്റ്റിലുള്ളത് ആ ഒരു നോർമലൈസേഷൻ ഫോർമുല ഉപയോഗിച്ച് നോർമലൈസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിലാണ് നിങ്ങൾ സിലബസ് മനസ്സിലാക്കേണ്ടത്. ഞാൻ സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിലേക്കല്ല പോകുന്നത്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിലബസ് ആണ്. ഇപ്പം നമ്മൾ മാത്തമാറ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ചോദിക്കാറുള്ള ടോപ്പിക് തന്നെ നമ്പർ സിസ്റ്റം, അതേപോലെ ബോർഡ് മാസ്, ഡെസിമൽ, ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ് എപ്പോഴും ചോദിക്കാറുള്ളത് തന്നെയാണ് മാത്തമാറ്റിക്സിൽ. ഇനി അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അനലോജീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻഷിപ്പ്, സിലോഗിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ and sufficiency, conclusion and decision making, similarities and difference, analytical reasoning, classification, directions, statement, argument and assumption. ഇതൊക്കെയാണ് മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊഡ്യൂളിൽ. അതേപോലെ ജനറൽ സയൻസും ഇതും കഴിഞ്ഞ പ്രാവശ്യമുള്ള തന്നെയാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ടാകുക ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് അപ് ടു 10th സ്റ്റാൻഡേർഡ് ലെവൽ എന്നാണ് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, കുഴപ്പിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ബാക്കി സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക അല്ലേ, വളരെ ഈസി ആയിട്ട് പഠിക്കാം. മെന്റൽ എബിലിറ്റി അങ്ങനെ തന്നെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ജനറൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു ടോപ്പിക്. ഇപ്പം നിങ്ങൾ ഡിപ്ലോമ, BTech, IT ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ജനറൽ സയൻസും പഠിച്ചെടുക്കുക ബുദ്ധിമുട്ടല്ല. പക്ഷേ ജനറൽ അവയർനെസ് പലപ്പോഴും അതൊരു വലിയ ബാലികേറാമല തന്നെയാണ്. കാരണം വളരെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതൊരിക്കലും ഒരു ഫോക്കസ്ഡ് ഏരിയയിലല്ല, കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, കാരണം എന്നും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ്. ഇതെല്ലാം നിങ്ങൾക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത പ്രാവശ്യത്തെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്കുകൾ ഇല്ലാതെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കൊക്കെ ഏറ്റവും മികച്ചൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ CBT 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ CBT 2 2 പാർട്ടായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. പാർട്ട് എയും അതേപോലെ തന്നെ പാർട്ട് ബിയും ആണ്. അതിൽ പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടെക്നിക്കൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കുള്ള പോലെ തന്നെ ആയിരിക്കും, നോൺ ടെക്നിക്കൽ ആയിരിക്കും വരുന്നുണ്ടാവുക. എന്നാൽ പാർട്ട് ബി ടെക്നിക്കൽ ആയിരിക്കും. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽക്ക് ഒരുപാട് ട്രേഡ് ഉണ്ട്. IT ഇലക്ട്രീഷ്യൻ, വയർമാനൊക്കെ ഉണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഡീസൽ മെക്കാനിക്, ട്രാക്ടർ മെക്കാനിക് ഒക്കെ ആയിരിക്കും മെക്കാനിക്കലായിരിക്കും വരുന്നുണ്ടാവുക. സോ ടെക്നിക്കൽ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ
ഈ പാർട്ട് ബി എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നാച്ചർ ആണ്. അതായത് പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 60 മിനിറ്റിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ 35% നിങ്ങൾ സ്കോർ ചെയ്യണം. അത് നിർബന്ധമാണ് കേട്ടോ. 35% നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യൽ മസ്റ്റ് ആണ്. പക്ഷെ അത് എന്ത് ചെയ്യില്ല, അത് റാങ്ക് ലിസ്റ്റിലൊന്നും പരിഗണിക്കില്ല എന്ന് പറഞ്ഞാൽ മാർക്ക് പരിഗണിക്കില്ല. കാരണം അത് നിങ്ങൾ ഫെയിൽ ആയി വിചാരിക്കുക. അതായത് 35% കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ റേസിൽ നിന്ന് ഔട്ടായി പോകും. അപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഈ പാർട്ട് എയുടെ മാർക്കാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. അവിടെയും ചെറിയ മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ അതിൻ്റെ അത്രയും വെയിറ്റേജ് ഇപ്രാവശ്യം വരുന്നില്ല. കാരണം ഇപ്രാവശ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വീണ്ടും എന്ത് ചെയ്യുന്നതാണ്, മികച്ചൊരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അതിന് മുന്നേ പാർട്ട് എയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പാർട്ട് ബി ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എന്നാൽ പാർട്ട് എ സെയിം തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച മാത്തമാറ്റിക്സിലെ അതേ മൊഡ്യൂൾ തന്നെയാണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് പാർട്ട് നേരത്തെ പറഞ്ഞ ടയർ 1 എക്സാമിനേഷനിലെ അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ മാറ്റം വന്നിരിക്കുന്നത്, അഡീഷണലി വന്നിരിക്കുന്നത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊഡ്യൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ജനറൽ സയൻസ് അപ് ടു 10th സ്റ്റാൻഡേർഡ് ആയിരുന്നു പറഞ്ഞതെങ്കിൽ, അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അപ് ടു 10th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, ഇവിടെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അതിൽ നോക്കുകയാണെങ്കിൽ ദ ബ്രോഡ് ടോപ്പിക്സ് ദാറ്റ് കവേർഡ് അണ്ടർ ദ ഷാൽ ബി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിക്കാണ്ട്. അതിൽ പ്രൊജക്ഷന്, വ്യൂസ്, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, ലൈൻസ്, ജോമെട്രിക് ഫിഗേഴ്സ്, സിംബോളിക് റെപ്രസെൻറ്റേഷന്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മാസ്, വെയിറ്റ്, ഡെൻസിറ്റി, വർക്ക്, പവർ, എനർജി, സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ബേസിക് ഇലക്ട്രിസിറ്റി, ലേവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, എൻവിറോൺമെന്റൽ എഡ്യൂക്കേഷൻ ആൻഡ് IT ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വന്നിട്ടുള്ളത്. ഇത് മാറ്റമൊന്നുമല്ല. ഇത് കഴിഞ്ഞ ALP 2025-ലും 2024-ലും ഒക്കെ നടത്തിയ എക്സാമിന്റെ അതേ സിലബസ് തന്നെയാണ്. 2018-ലും ഞാനൊക്കെ എഴുതിയ സമയത്ത് ഇതേ സിലബസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇത്തവണ വരാൻ പോകുന്നത്, അതായത് സാധാരണ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണെന്നറിയോ ഫോം ചെയ്യുന്നത്, അവിടെ മാർക്ക് ഫോം ചെയ്യുന്നത് പാർട്ട് എയുടെ മാർക്ക്. ഓക്കെ, CBT 2-ലുള്ള പാർട്ട് എ. പാർട്ട് ബി ടെക്നിക്കലാണ്, അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. എന്നാൽ CBT 2-ലെ പാർട്ട് എയുടെ മാർക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ മാർക്കും 50-50 വെയിറ്റേജിൽ 50-50 റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, എടുക്കാൻ പോകുന്നത്. അതായത് പാർട്ട് എയുടെ മാർക്കിന്റെ 50%, CBAT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ 50% വെയിറ്റേജ് എടുത്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇത് കഴിഞ്ഞ പ്രാവശ്യം യഥാക്രമം 70-30 ആയിരുന്നു. അതായത് 70% വെയിറ്റേജ് പാർട്ട് എക്കും 30% വെയിറ്റേജ് CBAT എക്സാമിനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഇവിടെ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കാൻ പോവുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണിത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഉൾപ്പെടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാം എഴുതി പാസ്സായിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്? ഇതൊരു മൈൻഡ് ഗെയിം ആണ് കേട്ടോ. CBAT എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഗെയിം ആണ്. അത് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും പാർട്ട് 2 CBT 2-ന്റെ പാർട്ട് എ കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ ഇതിന്റെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് RRB ALP ബാച്ചസിന് വേണ്ടി എൻട്രി തയ്യാറാക്കിയിട്ടുള്ളത്. സോ എൻട്രിയുടെ ALP ബാച്ചസിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. കഴിഞ്ഞ 2024-ലെ റിസൾട്ടിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റിസൾട്ടുകളിൽ ഒന്ന് വന്നിട്ടുള്ളത് എൻട്രി ആപ്പിലൂടെയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ മെന്റർഷിപ്പും ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളും മോക്ക് എക്സാംസുകളും അതേപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് RRB ALP ബാച്ചസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത്തവണത്തെ RRB ALP ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനോട് കൂടി എൻട്രിയോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുക അല്ലേ? വിഷ് യു ഓൾ ദി ബെസ്റ്റ്.